അദാനിക്ക് വേണ്ടി ബീഹാർ സർക്കാർ നടത്തിയ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കർഷകരുടെ ഭൂമി തുച്ഛമായ വിലയ്ക്ക് കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലച്ച നിതീഷ് കുമാർ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇത് അഴിമതിയുടെ പുതിയ മുഖമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ബീഹാറിലെ ഭഗൽപൂരിൽ അദാനി ഗ്രൂപ്പിന് തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ 1050 ഏക്കർ ഭൂമി കൈമാറിയതായാണ് ഏറ്റവും പുതിയ അഴിമതിയുടെ കഥ. ഏക്കറിന് വെറും ₹1 വാർഷിക നിരക്കിൽ 33 വർഷത്തേക്കാണ് ഈ ഭൂമി അദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയത്. ജനങ്ങളുടെ ഭൂമി വെറും ₹1 കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുമ്പോൾ സർക്കാർ കോർപ്പറേറ്റ് പക്ഷത്താണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് സർക്കാർ ഭൂമിയല്ല, മറിച്ച് നൂറുകണക്കിന് കർഷകർ കൃഷി ചെയ്യുന്ന ഫലഭൂയിഷ്ടമായ ഭൂമിയായിരുന്നുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. 10 ലക്ഷം മരങ്ങൾ മുറിച്ചുമാറ്റി ഈ ഭൂമി തരിശുഭൂമിയായി പ്രഖ്യാപിച്ചാണ് അദാനിക്ക് കൈമാറിയതെന്ന ഗുരുതരമായ ആരോപണം കൂടി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഈ നീക്കം ബീഹാറിന്റെ വികസനത്തിന് വേണ്ടിയല്ല, മറിച്ച് കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് കോൺഗ്രസ് ശക്തമായി വാദിക്കുന്നു. ഈ ഇടപാടിനെ ന്യായീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലവിധ ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ പദ്ധതി സുതാര്യമാണെന്നും ടെൻഡർ നടപടികളിലൂടെയാണ് ഭൂമി അദാനിക്ക് ലഭിച്ചതെന്നും കൂടാതെ ഇതിലൂടെ തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടുമെന്നും ഒക്കെ സർക്കാർ വാദിക്കുന്നുണ്ട്. ഈ വാദങ്ങളൊക്കെയും പൊള്ളയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വെറും ₹1 നൽകുന്നതാണ് അവരുടെ സുതാര്യത. പാവപ്പെട്ട കർഷകരുടെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം അഴിമതി മറച്ചുവെക്കാനുള്ള തട്ടിപ്പ് മാത്രമാണ്. ഈ ഇടപാടിന്റെ രേഖകൾ പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഈ പദ്ധതി ബീഹാറിലെ വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് പറയുമ്പോഴും ജനങ്ങൾ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിനെയും അദാനിയെയും എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ശരിയാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ നിരന്തരമായി ശബ്ദമുയർത്തുമ്പോൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വിരുദ്ധ പാർട്ടികൾ പോലും അദാനിയുമായി രഹസ്യ ഇടപാടുകൾ നടത്തുന്നുണ്ട്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന പല പ്രാദേശിക പാർട്ടികളും കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്യുന്നതിന് ഉദാഹരണമായി ഈ നീക്കത്തെ കാണാൻ കഴിയും. ബീഹാറിലെ ഈ നീക്കം കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ ഭരണകൂടങ്ങൾ എത്രത്തോളം കീഴടങ്ങുന്നു എന്നതിന്റെ ഭയാനകമായ ഉദാഹരണമാണ്. ഇത് വെറും ഒരു ഭൂമി ഇടപാടായി കാണാൻ കഴിയില്ല. ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. കർഷകരുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയും പരിസ്ഥിതിയെ നശിപ്പിച്ചും നടപ്പാക്കുന്ന ഈ പദ്ധതിക്കെതിരെ കോൺഗ്രസ് ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറപുരണ്ട അധ്യായമായി ഈ ഇടപാടിനെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നു. ജനങ്ങളുടെ നികുതിപ്പണം ആരുടെ കൈകളിലേക്കാണ് പോകുന്നതെന്ന് വ്യക്തമാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഈ അഴിമതിക്ക് പിന്നിൽ കൂടുതൽ രഹസ്യങ്ങളുണ്ടെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു.